എല്ലാവർക്കും നമസ്കാരം. വിവാഹം ജീവിതത്തിലെ ഏറ്റവും വലിയ തീരുമാനങ്ങളിൽ ഒന്നാണ്. പക്ഷേ പലരുടെയും ജീവിതത്തിൽ വിവാഹം വൈകുന്നു, അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞിട്ടും സമാധാനം കിട്ടുന്നില്ല. എന്താണ് ഇതിനൊക്കെ കാരണം? നമ്മൾ പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. ജ്യോതിഷത്തിൽ പറയുന്നു, വിവാഹം ഒരു കർമ്മബന്ധമാണ്. അത് നടക്കണം. ആരോടൊപ്പം നടക്കണം, എത്രത്തോളം സുഖകരമാകും എന്നതെല്ലാം നമ്മുടെ നക്ഷത്രവും ഗ്രഹങ്ങളുടെ സ്ഥാനവും വളരെ ശക്തമായി സ്വാധീനിക്കുന്നു. ഇന്ന് ഈ വീഡിയോയിൽ വിവാഹത്തിന് ഏറ്റവും അനുയോജ്യമായ നക്ഷത്ര ജോഡികൾ ഏതൊക്കെയാണെന്നും അവ തമ്മിൽ ചേർന്നാൽ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും, സ്നേഹം, സമാധാനം, സമ്പത്ത് ഇവയിൽ ഏത് മേഖലകളിലാണ് ഭാഗ്യം കൂടുതലായി ലഭിക്കുന്നതെന്നും വിശദമായി പറയാൻ പോവുകയാണ്. നിങ്ങൾക്ക് എൻ്റെ നക്ഷത്രത്തിന് ആരാണ് ശരിയായ പങ്കാളി എന്ന സംശയമുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കൊരു ദിശ നൽകും. അവസാനം വരെ കാണൂ, കാരണം ചില നക്ഷത്ര ജോഡികൾ വിവാഹത്തിന് ശേഷം രാജയോഗം വരെ നൽകുന്നവയാണ്. അശ്വതി, മകം. ഈ ജോഡി ഒരുമിച്ച് വന്നാൽ ജീവിതത്തിൽ ധൈര്യവും നേതൃഗുണവും ശക്തമാകും. വിവാഹത്തിന് ശേഷം സാമ്പത്തിക വളർച്ചയും പരസ്പര പിന്തുണയും കൂടുതലായിരിക്കും. ഭരണി, ഉത്രം. ഭരണിയുടെ ശക്തിയും ഉത്രത്തിൻ്റെ സ്ഥിരതയും ചേർന്നാൽ സ്ഥിരമായ കുടുംബജീവിതം, പരസ്പര ബഹുമാനം, വേഗത്തിൽ വീട്, വാഹനം പോലുള്ള യോഗങ്ങൾ എന്നിവ ഉണ്ടാകും. കാർത്തിക, ചിത്തിര. ഈ ജോഡി തമ്മിൽ ആകർഷണം ശക്തമായിരിക്കും. വിവാഹത്തിന് ശേഷം കല, മീഡിയ, ബിസിനസ് എന്നീ മേഖലകളിലാണ് നിങ്ങൾ ജോലി ചെയ്യുന്നതെങ്കിൽ നല്ല ഉയർച്ച ലഭിക്കും. രോഹിണി, തിരുവാതിര. സ്നേഹവും കരുതലും നിറഞ്ഞ ദാമ്പത്യമായിരിക്കും ഇവരുടേത്. കുടുംബത്തിലെ പ്രശ്നങ്ങൾ സംസാരിച്ച് പരിഹരിക്കുന്ന സ്വഭാവമായിരിക്കും ഇരുകൂട്ടർക്കും. സന്താനഭാഗ്യവും നല്ലതായിരിക്കും. മകയിരം, പുണർദം. ഇത് ഒരു കർമ്മബന്ധമായ വിവാഹമായി കാണപ്പെടുന്നു. ആദ്യം ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. പിന്നീട് നിങ്ങളുടെ ദാമ്പത്യ ജീവിതം വലിയ വിജയം കൈവരിക്കുന്ന രീതിയിലായിരിക്കും തുടരുന്നത്. പൂയം, അനിഴം. ഈ നക്ഷത്രക്കാർ ഒരുമിച്ചാൽ വീട്ടിൽ സമാധാനവും ഐശ്വര്യവും വന്നെത്തും. ഒരുമിച്ച് ദീർഘകാല ലക്ഷ്യങ്ങൾ നേടുന്ന ഒരു ജോഡിയായിരിക്കും ഇവർ. പൊതുവെ ശത്രുബാധ കുറവായ ഒരു വിവാഹമായിരിക്കും ഇവരുടേത്. ആയില്യം, രേവതി. ഇവർ തമ്മിൽ ആത്മബന്ധം വളരെ ആഴത്തിലുണ്ടാകും. പരസ്പരം മനസ്സിലാക്കാനുള്ള കഴിവ് ഇവർക്ക് വിവാഹത്തോടുകൂടി കൈവരുന്നതായിരിക്കും. വിദേശയോഗവും ദൂരെ താമസിക്കാനുമുള്ള സാധ്യതകളുണ്ട്. ഇവർ എപ്പോഴും ആത്മീയതയിലേക്ക് ചേർന്ന ഒരു ജീവിതമായിരിക്കും നയിക്കാൻ പോകുന്നത്. ഉത്രാടം, തിരുവോണം. ഇത് രാജയോഗ്യമായ ഒരു ദാമ്പത്യമെന്നാണ് ജ്യോതിഷത്തിൽ പറയുന്നത്. വിവാഹത്തിന് ശേഷം പദവിയും സമ്പത്തും പേരും നിങ്ങൾക്ക് ലഭിക്കും. സമൂഹത്തിൽ ഒരു വലിയ അംഗീകാരം ലഭിക്കുന്ന ബന്ധമായിരിക്കും ഇത്. നിങ്ങൾ ശ്രദ്ധിക്കുക, നക്ഷത്രപ്പൊരുത്തം മാത്രം നോക്കിയല്ല വിവാഹം തീരുമാനിക്കേണ്ടത്. ദശ, ഗ്രഹനില, നവാംശം എന്നിവ കൂടി പരിശോധിക്കണം. ചെറിയ ദോഷങ്ങൾ പരിഹാരങ്ങൾ വഴി മാറ്റാവുന്നതേയുള്ളൂ. നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് പരിഹാരങ്ങൾ ഇവയൊക്കെയാണ്. വിവാഹ തടസ്സമുള്ളവർ വ്യാഴാഴ്ച ഗുരുവിന് മഞ്ഞ പുഷ്പം അർപ്പിക്കുക. ഓം നമോ ഭാഗവതേ വാസുദേവായ 108 തവണ ജപിക്കുക. പെൺകുട്ടികളാണെങ്കിൽ അവർ കാർത്യായനി മന്ത്രം ജപിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇന്ന് നമ്മൾ കണ്ടത് വിവാഹത്തിന് അനുകൂലമായ ചില നക്ഷത്ര ജോഡികളെക്കുറിച്ചാണ്. എന്നാൽ ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ്: നക്ഷത്രപ്പൊരുത്തം ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്.
ഒരു വിവാഹത്തിൻ്റെ യഥാർത്ഥ ശക്തി ദശയും ഗ്രഹനിലയും നവാംശവും ചേർന്നാണ് തീരുമാനിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ഒരേ നക്ഷത്രം ഉള്ളവർക്കും വിവാഹ ജീവിതം വ്യത്യസ്തമായി പോകുന്നത്. ചിലർക്ക് വിവാഹം വൈകാം, ചിലർക്ക് തടസ്സങ്ങളുണ്ടാകാം. എന്നാൽ ജ്യോതിഷത്തിൽ പരിഹാരമില്ലാത്ത പ്രശ്നങ്ങൾ ഒന്നുമില്ല. ശരിയായ മാർഗനിർദ്ദേശവും ശ്രദ്ധയുമുണ്ടെങ്കിൽ വിവാഹഭാഗ്യം ശക്തമാക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഒരു സൂചനയെങ്കിലും നൽകിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകരമായ മാറ്റങ്ങൾ വരുത്തട്ടെ. നിങ്ങളുടെ നക്ഷത്രം ഏതാണെന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ ജ്യോതിഷ വിവരങ്ങളുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ. നന്ദി.